തിരുവനന്തപുരത്ത് CPM വേണ്ടി ഒരു ഹർത്താൽ നടത്തണമെങ്കിലും ബിനു IP വേണം. CPM-നെതിരായി ഒരു ഹർത്താൽ പൊളിക്കണമെങ്കിലും ബിനു IP വേണം. ഒരുപാട് കാലത്തിന് ശേഷം ബിനു IP-യെ പൊളിറ്റിക്സ് കേരള പിടികൂടിയിരിക്കുന്നു. ബിനു IP ഫേസ്ബുക്കിൽ സജീവമാണ്. 8000-ലധികം ഫോളോവേഴ്സ് അദ്ദേഹത്തിനുണ്ട്. അദ്ദേഹം നടത്തുന്ന പ്രവർത്തനങ്ങൾ ഒരു കമ്മ്യൂണിസ്റ്റിൻ്റെ പ്രവർത്തനമാണ്. ആ കമ്മ്യൂണിസ്റ്റിൻ്റെ പ്രവർത്തനം പൊളിറ്റിക്സ് കേരള പ്രേക്ഷകർക്ക് മുമ്പിൽ ഞാൻ വ്യക്തമാക്കുന്നു. കാരണം ബിനു യൂണിവേഴ്സിറ്റി കോളേജിൽ ഞാൻ പഠിക്കുമ്പോൾ ബിനു എൻ്റെ ജൂനിയറായിരുന്നു. ഞാനും ബിനുവും തമ്മിൽ വലിയൊരു പ്രായ വ്യത്യാസമൊന്നുമില്ല. പക്ഷേ പിന്നെ ബിനുവിനെ പറ്റി എന്നോട് അറിയിച്ചത്, അത് ബിനുവിനെ അറിയിക്കാൻ വേണ്ടി തന്നെയാണ് ഞാൻ പറയുന്നത്, അൻവർക്കയാണ്. അൻവർക്ക അവരൊക്കെ പറഞ്ഞു അവൻ നല്ല പയ്യനാണ്, കറകളഞ്ഞ കമ്മ്യൂണിസ്റ്റാണ്. ഈ ചോദ്യത്തിൽ നിന്ന് തുടങ്ങാം പൊളിറ്റിക്സ് കേരളയുടെ ഇൻ്റർവ്യൂ. ബിനു, വല്ലാത്തൊരു അവസ്ഥയിലാണ് നമ്മൾ ഇരിക്കുന്നത്. ബിനുവിനെ ഞാൻ കണ്ടിട്ടുള്ളത് അതിനു മുമ്പ്, ബിനുവിന് ഓർമ്മയുണ്ടോയെന്നറിയില്ല, GB രാജ ഫുട്ബോളുമായിട്ട് ബന്ധപ്പെട്ട് സ്റ്റേഡിയത്തിൽ, സെൻട്രൽ സ്റ്റേഡിയത്തിൽ, ഓർമ്മയുണ്ടോ? ഞാൻ ജനകീയത്തിൻ്റെ ബ്യൂറോ ചീഫായിരുന്നു. ശിവകുട്ടി സാറിനായിരുന്നു ചുമതല. അവിടെ വെച്ചായിരുന്നു നമ്മൾ ആദ്യമായിട്ട് ബന്ധപ്പെട്ടത്. GB രാജ ഫുട്ബോൾ അന്നൊരു തരംഗമായി, ടൈറ്റാനിയോ, നിങ്ങൾ ആ ടീമിനെയൊക്കെ നിങ്ങൾ അല്ലേ ഒരുമിച്ച് അവിടെ കൊണ്ടുവന്നു. ബിനുവിനെ പറ്റി പൊതുവെ പറയുന്ന ഒരു ചോദ്യം, തിരുവനന്തപുരത്തൊരു ഹർത്താൽ ഉണ്ടാക്കണമെന്ന് പിന്നെ വേണം, ഹർത്താൽ തകർക്കണമെങ്കിലും ചുമ്മാ പ്രചരണങ്ങളല്ലേ, കരക്കമ്പിയാടാ. അതെ, കരകമ്പിയാണ്. ഒരു പാർട്ടി ഒരു കാര്യം കോൾ ചെയ്താൽ അത് വിജയിപ്പിക്കുക എന്നുള്ളത് അത് പാർട്ടി സഹാവിൻ്റെയും കടമയാണ്. അപ്പം അത് ചിലപ്പോൾ ഒരു ആവേശം കൂടും, ആത്മാർത്ഥത കൂടും. അപ്പോൾ സ്വാഭാവികമായിട്ടും അങ്ങനെ പേരുകൾ കരകമ്പികൾ ഇറക്കി വിടും. ഈ അൻവർക്കയും ബിനുവായിട്ടുള്ള ബന്ധം എത്ര ശക്തമാണ്? അങ്ങനെ വലിയ ശക്തമൊന്നും പറയാൻ പറ്റില്ല. കാര്യം ഫേസ്ബുക്ക് വഴിയാണ് അദ്ദേഹം ഇടതുപക്ഷത്ത് നിൽക്കുമ്പോഴുള്ള ബന്ധം വെച്ചാണ് സാറിനുള്ളത്. അങ്ങനെ പറയുന്നതിൽ വലിയ അഗാധമായ ഇതൊന്നുമില്ല. LDF-നോടൊപ്പം നിൽക്കുമ്പോൾ സഹകരണമുണ്ട്. LDF വിട്ടാൽ ആ സഹകരണം ആ നിമിഷം ബിനു കെട്ടി സംശയമൊന്നുമില്ല, ആരായാലും കിട്ടി. ഈ പറയുന്നത് ഞാനായാലും കെട്ടി, ഉറപ്പ്, തീർച്ചയായും. വീട്ടിനകത്ത് സ്വന്തം ആളുകൾ പോലായാലും ശരി. അത് പറയുമ്പോൾ ബിനു IP എന്ന് പറയുന്ന സഖാവ്, ഞാനെന്ന് പറയുന്ന ജയറാണിയുമായിട്ട് വല്ലാത്തൊരു ആത്മബന്ധമുണ്ട്. കാരണം യൂണിവേഴ്സിറ്റി കോളേജിൽ ഞങ്ങൾ 5 വർഷക്കാലം ഒന്നിച്ച് സംഘടനയിൽ തന്നെയാണ്. അപ്പോൾ അത് നോക്കുമ്പോൾ ഷാജി സാറിനോട് ആരോ പറഞ്ഞ ഒരു അബദ്ധമാണ് അല്ലേ, സമരം പൊളിക്കാനും സമരം ഉണ്ടാക്കാനും ബിനു IP വേണം എന്നുള്ളത്. കാരണം അല്ല, അതിൽ വേറൊരു കാര്യങ്ങളുണ്ട്. പാളയം ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി എന്നുള്ള നിലയിൽ ബിനുവിന് വലിയൊരു ചുമതലയുണ്ട്. മറ്റ് ലോക്കൽ കമ്മിറ്റി കണക്കല്ല പാളയം ലോക്കൽ, കറക്റ്റല്ലേ? അവിടെ യൂണിവേഴ്സിറ്റി കോളേജ് ഡീൽ ചെയ്യണം, ആർട്സ് കോളേജ് ഡീൽ ചെയ്യണം, സംസ്കൃത കോളേജ് ഡീൽ ചെയ്യണം. ഇപ്പം പാളയം ലോ കമ്മിറ്റികളിൽ യൂണിവേഴ്സിറ്റി കോളേജുണ്ട്, സംസ്കൃത കോളേജുണ്ട്, ലോ കോളേജുണ്ട്, എഞ്ചിനീയറിംഗ് കോളേജുണ്ട്, പിന്നെ സിറ്റി സ്കൂൾ. പക്ഷേ ഇത് അവിടെയൊക്കെ നമ്മൾ ഇടപെടേണ്ട കാര്യമില്ല. അവിടെയൊക്കെ വിദ്യാർത്ഥി സംഘടനകളുടെ SFI ടെൻഷൻ പിടിച്ച സമയങ്ങളിൽ ഇടപെടേണ്ട ഘട്ടങ്ങളിൽ ചിലപ്പോൾ പാർട്ടി പറയുമ്പോൾ ഇടപെടേണ്ടി വരും. ചില അവസരങ്ങളിൽ ചിലപ്പോൾ ഒരു നിയന്ത്രണം, വിദ്യാർത്ഥികൾക്ക് തെറ്റുപറ്റുമ്പോൾ അത് നേരാൽ വഴിക്ക് നയിക്കാൻ ചില നിയന്ത്രണങ്ങൾ. വിദ്യാർത്ഥി നേതാവ് എന്നുള്ള നിലയിൽ ഒരുപാട് കേസുണ്ട്, ഒരുപാട് കേസുണ്ട്, ഇഷ്ടം പോലെ. എനിക്ക് തോന്നുന്നു 40 കേസുണ്ടെന്നല്ല, 100-ലധികം. ഇതിൽ ഏറ്റവും വലിയൊരു കേസെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഇപ്പോൾ അറിയുന്ന ഒരു KFC നേതാവിൻ്റെ കാല്, ഈ എനിക്കൊന്ന് കഴക്കൂട്ടത്ത് അവിടെയുള്ള ഒരു പണ്ടത്തെ ഒരു KFC നേതാവിൻ്റെ കാലൊക്കെ അങ്ങനെയൊക്കെ. അത് അന്ന് ആശയത്തിന് വേണ്ടി ചെയ്തതായിരുന്നു അല്ലേ? അല്ല, സ്വാഭാവികമായിട്ടും ഇങ്ങോട്ടൊരു ആക്രമണം വരുമ്പോൾ അങ്ങോട്ട് ആക്രമണം അഴിച്ചുകൊണ്ട ഒരു ശീലം നമ്മളെ സംബന്ധിച്ചോളല്ലേ. ഇങ്ങോട്ടൊരു ആക്രമണം പ്രതിരോധിക്കുക എന്നുള്ള, അതാരായാലും പ്രതിരോധിക്കും. ഇങ്ങോട്ടൊരു ആക്രമണം ഉണ്ടായാൽ അങ്ങോട്ട് പ്രതികരിക്കും. ഇപ്പം അങ്ങനത്തെ ഒരു അക്രമമൊന്നും ആ കാലഘട്ടത്തൊക്കെ എന്ന് വെച്ചാൽ നമ്മൾ 92-93 കാലഘട്ടം. എനിക്കൊന്ന് ജോയി അണ്ണൻ ജില്ലാ സെക്രട്ടറി, ഇപ്പോഴത്തെ CPM ജില്ലാ സെക്രട്ടറി ജോയി അണ്ണൻ, SFയുടെ ജില്ലാ സെക്രട്ടറി നവാസ് അണ്ണൻ,
ബി സത്യണ്ണൻ, സുൻസി കുര്യൻ, നമ്മളെ വിട്ടുപോയ സുൻസി കുര്യൻ, IB സതീഷ്, സ്റ്റീവൻ, ഒരു വൺ നിര തന്നെ ഉണ്ടായിരുന്നു. പക്ഷെ അതില് ആ സമയത്തൊക്കെ ഞാൻ നമ്മളെ കൊച്ചു കുട്ടികളാണ്, പ്രീ ഡിഗ്രി പഠിക്കുന്ന ആ സംഭവത്തിനകത്ത് വാസ്തവത്തിൽ IP ആ ഭാഗത്ത് സമരത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ളതേ ഉള്ളൂ. ഈ വിഷയത്തിനകത്തൊന്നും IP ഇല്ല. സമരത്തിൽ നമ്മൾ പങ്കെടുത്തു. അതെ, സമരത്തിൽ സമരത്തിനകത്ത് അന്നൊക്കെ ഞാൻ ചെയ്തതിനൊക്കെ ചാനലുകളൊന്നുമില്ല. ഇല്ല. അന്ന് മുഖ്യമന്ത്രി കരുണാകരനാണ്. പോലീസിന്റെ നരനായിട്ടെന്ന് വെച്ചാൽ മൃഗീയമായ ഒരു ദാക്ഷിണ്യം അറിയാലോ. ഞാൻ പറയാൻ ശരി അടിയിട്ടുണ്ട്. എങ്ങനെ അടിച്ചമ്മര് സമരം മുഖത്ത് ഇഷ്ടം പോലെ അടി കിട്ടില്ല. അന്നൊന്നും ഈ ചാനലുകളൊന്നും കൊണ്ടുപോയി അടിച്ചായിരുന്നു. അല്ലാതെ അറസ്റ്റ് ചെയ്ത് അടിച്ചിട്ടുണ്ടെന്ന് ഒരുപാട് തവണ ഇഷ്ടം പോലെ ഒരു അടി വാങ്ങിച്ചിട്ടുണ്ട്. ഈ ജോയിണ്ണൊക്കെ മൃഗീയമായാല് പ്രദീപ്, നമ്മളെ ശാസ്ത്രങ്ങൾ പ്രദീപ്, VS മാത്യു, അങ്ങനെ ഒരു വലിയ നിര അന്നുണ്ടായിരുന്നു. അപ്പോൾ അന്ന് സമരം എന്ന് വെച്ചാൽ ഇതിനൊക്കെ ചാനലില്ല, ദൃശ്യമാധ്യമങ്ങളാണുള്ളത്. ഈ ദൃശ്യമാധ്യമങ്ങളില്ല അന്ന് പത്രമാധ്യമങ്ങളുണ്ട്. ദൃശ്യമാധ്യമങ്ങൾ ചെറിയ പടങ്ങൾ മാത്രമേ, അത് രാഷ്ട്രീയമായിട്ടാണ് പടങ്ങൾ കിട്ടുന്നത്. അതിൻ്റെ ഒരു അത് അന്നത്തെ സമരം. അതുമാത്രമല്ല, അന്ന് സിറ്റി മൊത്തം അറിയപ്പെടുന്ന കംപ്ലീറ്റ് ഗുണ്ടാസംഘം കോൺഗ്രസ്സാണ്. അതെ. ഒരു സൈഡിൽ നമ്മൾ SFI നിൽക്കുന്ന നേതൃത്വം മൊത്തം, ഒരു സൈഡിൽ പോലീസിനെ പേടിക്കണം, ഒരു സൈഡിൽ ഗുണ്ടാസംഘങ്ങളെ പേടിക്കണം. മനസ്സിലായി? ഈ രണ്ട് സൈഡിൽ നിന്നും മർദ്ദനം. അപ്പോൾ ഇതിനെ പ്രതിരോധിക്കാൻ വേണ്ടി വിദ്യാർത്ഥികൾ അന്നത്തെ ആർട്സ് കോളേജ് ആയാലും നമ്മുടെ യൂണിവേഴ്സിറ്റി കോളേജായാലും, യൂണിവേഴ്സിറ്റി കോളേജ് ഇവിടെ ഇല്ല, കാര്യവട്ടത്തേക്ക് പറിച്ചു നാട്ടി സംസ്കൃത കോളേജ് മാത്രമേ, സംസ്കൃത കോളേജ് മാത്രമല്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ക്യാമ്പസിലെ വിദ്യാർത്ഥികൾ ഒറ്റക്കെട്ടായിട്ട് നിന്ന് ഈ സാമൂഹിക വിരുദ്ധ ശക്തികളെ നേരിടണം. അന്ന് എനിക്കാണ് മഞ്ചേഷ് ഒക്കെ ആയിരുന്നു. അതെ അതെ, മഞ്ചേഷ്, ഹരിയണ്ണൻ, വൃക്ക പോയി കോൺഗ്രസ്സുകാർ യൂണിവേഴ്സിറ്റി കോളേജിന്റെ ഫ്രണ്ടിട്ട് കുത്തി ഒരു വൃക്ക തകരാറായി. ഇപ്പോഴും ജീവിച്ചിരിക്കുന്ന രക്തസാക്ഷിയായി ജീവിച്ചിരിക്കുന്ന ഹരിയണ്ണൻ. പിന്നെ ഈ രക്തസാക്ഷികളെ, ഹരിയെ പോലെയുള്ള രക്തസാക്ഷികളെ മറക്കുന്നത് പാർട്ടിയുടെ ഒരു വലിയൊരു ഒരിക്കലും അതൊക്കെ ചെറിയ എന്താണ്. ഇപ്പൊ ഹരിയണ്ണൻ തന്നെ കയറിൽ ജോലി കിട്ടി, കയറിൽ തന്നെ അപ്പം തന്നെ എല്ലാം ട്രീറ്റ്മെന്റ് എടുത്തത് പാർട്ടിയാണ്. അത് കഴിഞ്ഞിട്ട് ഹരിയണ്ണക്ക് ജോലി നുണപ്രചരണങ്ങൾ, ചില ആൾക്ക് ചില കാര്യങ്ങൾ കിട്ടിയില്ലെങ്കിൽ അങ്ങനെ പരത്തുമല്ലോ. അത് ഒരു എല്ലാ കാലഘട്ടത്തിലും ഏറ്റവും കൂടുതൽ ബിനു അവസാനം ഒരു വിവാദത്തിൽപ്പെട്ടത് BJP ഓഫീസ് തല്ലി തകർത്തുമായിട്ടുള്ള ഒരു വിവാദമാണ്. അത് എന്തായിരുന്നു അതിനുള്ള ഒരു ചേതോവികാരം? ബിനുവിൻ്റെ വീട് ആക്രമിച്ചതാണോ പാർട്ടിയുടെ ഓഫീസ്? അല്ലല്ല, അത് 2 ദിവസമായിട്ട്, അതിപ്പം കേസ് ട്രയൽ കിടക്കണം. അപ്പോൾ അതിനെപ്പറ്റി പറയണത് ശരിയാണോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. എന്തായാലും 2 ദിവസമായിട്ട് കേരളത്തിനകത്ത്, പ്രത്യേകിച്ച് തിരുവനന്തപുരം ജില്ലയിൽ 2 ദിവസമായിട്ട് MG കോളേജിൽ SFI ഉണ്ടാക്കുന്ന ഇതുമായിട്ട് ബന്ധപ്പെട്ട് നടത്തുന്ന അക്രമമാണ്. MG കോളേജ് തുടക്കം അവിടെ നിന്നായിരുന്നു. അത് നേരെ കാട്ടാക്കട CPMൻ്റെ, ഇന്ന് നമ്മോടൊപ്പം ഇല്ലാത്ത CPMൻ്റെ സംസ്ഥാന ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം കാട്ടാക്കട ശശി സാറിൻ്റെ വീട് ആക്രമണം നടത്തിക്കൊണ്ടാണ് അവർ തുടക്കം കുറിക്കുന്നത്. 2 ദിവസം കാട്ടാക്കട, വാൽനാവരം, അങ്ങ് നേമം, അത് കഴിഞ്ഞ് ചാലയെത്തി. അപ്പോഴും അക്രമം മൊത്തം ഇങ്ങോട്ട് ഏകപക്ഷീയമായ അക്രമമായിരുന്നു അന്ന് RSS. ബിനുവിൻ്റെ വീട് ആക്രമിച്ചു. അല്ല, അതിന് അവസാനമായിട്ടാണ് എൻ്റെ വീടിനേരെ ആക്രമണം. അത് ഒട്ടും പ്രതീക്ഷിച്ചില്ല എൻ്റെ വീടിനേരെ. അപ്പോൾ അച്ഛൻ വീട്ടിലുണ്ടായിരുന്നു, ഭാര്യ ഉണ്ടായിരുന്നു, 2 മക്കളുണ്ടായിരുന്നു. അവരൊക്കെ പഠിച്ചു, എല്ലാവരും പഠിച്ചു. പ്രതീക്ഷിക്കാത്തൊരു അക്രമമാണ്. നമ്മൾ ഒട്ടും പ്രതീക്ഷിച്ചില്ല ഇങ്ങനെ അക്രമം. നമ്മൾ അങ്ങനെ ഒരു പ്രശ്നം അന്നേ കൗൺസിലൂടെ ഒരു പ്രശ്നം നമ്മുടെ നിലവിലേക്ക് ജനകീയമായി നിൽക്കുന്ന ഒരു നിൽക്കുന്ന സമയത്ത് ഒരു അക്രമം ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ല. ഒരു അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു അക്രമമായിരുന്നു അന്ന് വീടിനേരെ ഉണ്ടായത്. അച്ഛന് ആ സംഭവത്തോടെ അച്ഛൻ 2 മാസം കഴിഞ്ഞ് എന്നെ വിട്ടു പോകുന്ന അവസ്ഥ ഉണ്ടായിരുന്നു. അത്ര ക്രൂരമായ അക്രമം. എന്നുവെച്ചാൽ വല്ലാത്തൊരു, അന്ന് വീട് പൊളിച്ച് കയറിക്കണമെങ്കിൽ എന്നെ മാരകമായിട്ട് അവർ അപായപ്പെടുത്തി. എന്തോ ഭാഗ്യത്തിനൊന്ന് വീട്ടിനകത്തേക്ക് അവർ കിടക്കാൻ സാധിച്ചില്ല എന്നുള്ളതാണ്. ആ സമയത്തുള്ള സ്വാഭാവികമായിട്ടുള്ളൊരു പ്രതികരണം ഉണ്ടായി എന്നുള്ളത് ഉണ്ടാവുമല്ലോ. അതെല്ലാ മകനെന്നുള്ള നിലയിൽ ബിനു നടത്തിയ പ്രതികരണമാണ്. പിള്ളേർ കൊച്ചുകുട്ടികളാണ്, അവർ സ്വാഭാവികമായിട്ടും മാനസികമായിട്ട് ഇത് കൊച്ചുകുട്ടികൾ കാണുമ്പോൾ മനസ്സിൽ നമ്മളിപ്പം ഒരാളുമായിട്ട് രാഷ്ട്രീയ സംഘടന ഉണ്ടാകുമ്പോൾ അവരിപ്പോൾ അടിച്ചു പോകും, അങ്ങോട്ടും പരസ്പരം അടിയാവും. പക്ഷെ അത് വീടുകളിൽ കയറി ആക്രമിക്കുക, അതിനോടൊന്നും ഒരിക്കലും CPMന് വഹിക്കാൻ പറ്റില്ല. വീടുകാരെ ആക്രമണത്തിനോടൊന്നും ഒരിക്കലും CPM വഹിച്ചാൽ എന്താണ്, വീട്ടുകാരെന്ത് തെറ്റ് ചെയ്തു, വീട്ടുകാരെ ഇത് ചെയ്യേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് അങ്ങനത്തെ അക്രമത്തിന് CPM യോജിക്കുന്നുമില്ല. ഒരിക്കലും വീട്ടുകാരുടെ അക്രമത്തിനൊന്നും CPM യോജിക്കുന്നില്ല. ബിനുവിനെ പറ്റി പുറത്ത് പറയുന്നത് ഒരു CPMൻ്റെ ഗുണ്ട എന്ന രീതിയിലും ബിനുവിനെ പറ്റി പുറത്ത് കരക്കമ്പി പോകുന്നുണ്ട്.
ഗുണ്ട എന്താണ് ഈ ഗുണ്ട? എനിക്ക് അറിഞ്ഞൂടാ. അതിനകത്ത് എനിക്കൊന്ന് പറയാനുണ്ട്. ഞാൻ തൊട്ട് മുമ്പേ സാറിന് പറഞ്ഞില്ലേ, എന്താ പറഞ്ഞത്, വല്ലാത്തൊരു ആത്മബന്ധമുള്ള യൂണിവേഴ്സിറ്റി കോളേജിനകത്ത് ഒന്നിച്ച് ഞങ്ങൾ അല്ല, ഒന്നും അല്ലാത്ത ഒരു മിനിറ്റ്. അപ്പോ ഈ ഗുണ്ടയാണെന്നൊക്കെ പറയുമ്പോ അത് വെറും ഒരു എന്താ പറയുക, മ്ലേച്ഛമായ പദത്തിൽ, അതായത് അന്ന് നമ്മുടെ സംഘടന തകർക്കാൻ ശ്രമിച്ച രാഷ്ട്രീയ പ്രവർത്തനം എല്ലാവരും ഗുണ്ടയാണല്ലോ. എല്ലാവരും ഉണ്ടാവും. ചട്ടമ്പി എന്ന് പറയുമ്പോൾ പണ്ടത്തെ കാലത്ത് സ്കൂളിൽ ചട്ടമ്പി എന്നാൽ ഏറ്റവും നല്ല വിദ്യാർത്ഥിയാണ് ചട്ടമ്പി. ബിനുവിനെ കുറിച്ച് ഗുണ്ടായെന്ന് പറഞ്ഞു. എന്നാൽ ബിനു കോർപ്പറേഷന്റെ ഒരു ഭരണാധികാരിയായിരുന്ന സമയത്ത് ജനങ്ങൾക്ക് എനിക്കറിയാം. ഞാൻ ബിനുവിന്റെ ഫേസ്ബുക്ക് ഞാൻ എത്രയോ കാലമായിട്ട് ഫോളോ ചെയ്യുന്നു. അപ്പൊ ഗുണ്ടയായിരുന്നുവെങ്കിൽ മനുഷ്യത്വപരമായിട്ട് അത്തരം സ്വന്തം കീശയിൽ നിന്ന് ക്യാഷ് മുടക്കിയിട്ടാണ് അന്ന് നമ്മുടെ കൊതുക് നിവാരണ പ്രശ്നമൊക്കെ ചെയ്തത്. അപ്പൊ ഈ ഗുണ്ട എന്ന് പറയും ബിനുവായി പറയുമ്പോൾ പറയുന്നവർക്ക് തന്നെ അതിനകത്തൊരു ലജ്ജയുണ്ട്. പക്ഷെ എന്തോ അവരെ ഒന്ന് തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി സമൂഹത്തിൽ അല്ലേ SFIക്കാർക്ക് നടത്തിയ ഒരു പ്രചരണമാണത്. ഈ പാർട്ടിയുടെ എത്രയോ കാലമായി നിന്നിട്ടുണ്ട്. ബിനുവിനെ എനിക്ക് തോന്നുന്നു BJP ഓഫീസ് അടിച്ചു തകർത്തുമായിട്ട് ബന്ധപ്പെട്ട് ബിനുവിനെ സസ്പെൻഡ് ചെയ്തായിരുന്നു. തെറ്റ് കണ്ട നടപടിയുള്ളൂ. തെറ്റ് നടപടിപ്പെടാൻ വേണ്ടി അതിൽ നിന്ന് തിരിച്ച് വന്നത് എങ്ങനെയായിരുന്നു? അന്ന് ബിനു ഒരുപാട് മാനസിക സംഘർഷം അനുഭവിച്ചു. ഇല്ല, പാർട്ടി അത് വളരെ വിവരമായിട്ടുള്ള ഞാൻ ചെയ്തത് പാർട്ടി പറഞ്ഞാൽ അത് ശരിയായ നടപടിയല്ല. ഒരു പാർട്ടിയുടെ സംസ്ഥാന, അതും കേന്ദ്രം ഭരിക്കുന്ന പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി ഓഫീസിലേക്ക്, അതും സംസ്ഥാന അധ്യക്ഷ ഇരിക്കുമ്പോൾ കയറി അക്രമം കാണിച്ചത് ശരിയായില്ല എന്നുള്ളതാണ്. ഇത് ആ സമയത്ത് എനിക്കാണ് അവിടെ അപകടം പറ്റിയിരുന്നത്. എന്തായി അതെ, എനിക്ക് കൊല്ലം പറ്റിയിരുന്നെങ്കിൽ പാർട്ടി സമാനം പറയേണ്ടി വരുന്നതിന്. സ്വാഭാവികമായിട്ടും AK ഒരു ആക്രമണം നടത്തുമ്പോൾ ഞാൻ അവിടെ ഉണ്ടായിരുന്നെങ്കിൽ തിരിച്ച് പ്രതികരിക്കും. അതെ അല്ലേ? നല്ല പ്രതികരണമാവും. അതെ, ആ സമയത്ത് അവിടെ ഉള്ളവർ അങ്ങനെ ഒരു പ്രതികരണം ഉണ്ടായിരിക്കുമല്ലോ സംഭവിച്ചിരുന്നെങ്കിൽ ഈ സമാധാനം അപ്പോഴും പാർട്ടി പ്രതിക്കൂട്ടില്ല. ഇപ്പോൾ ഒരിക്കലും പാർട്ടിയെ നമ്മൾ ഇപ്പം ഒരു വ്യക്തി ചെയ്യുന്ന പ്രവൃത്തികൾ പാർട്ടിയെ വിട്ടില്ലേ എന്നുള്ള ഒരു വല്ലാത്തൊരു ഇതുള്ളവനാണ് ഞാൻ. ഒരിക്കലും ഇപ്പോൾ ഈ കാലഘട്ടത്തിൽ ഒരുപാട് മാധ്യമങ്ങൾ, ഇപ്പോൾ ഓൺലൈൻ ചാനലുകളൊക്കെ ഉണ്ട്. നമ്മൾ ഒരു പാർട്ടി മെമ്പറുടെ ഭാഗത്തു നിന്ന് തെറ്റുണ്ടായത് വലിയ വാർത്തയാണ്. CPM താർക്കുക എന്നുള്ള ലക്ഷ്യം. പക്ഷെ നേരെ മറിച്ച് കോൺഗ്രസോ RSO ചെയ്താൽ അതൊരു വാർത്ത മനസ്സിലായില്ല. അപ്പോൾ അത് ഈ കാലഘട്ടത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ താർക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് എല്ലാ ചാനലുകളും നിലകൊള്ളുന്നത്. ബിനുവായിട്ട് പിന്നെ അന്വേഷിച്ചപ്പോൾ ഞാൻ കിട്ടിയത് AK സെൻറ്റർ ആക്രമണമാണ്. ഒരു പെട്രോൾ പമ്പ് ഇറങ്ങുന്ന കോൺഗ്രസ് പറയുന്നത് പെട്രോൾ പമ്പല്ല ബോംബറിഞ്ഞെന്ന് CPM പറയുന്നു. പക്ഷെ ബിനുവിൻ്റെ പേര് അതിലുണ്ട്. ബിനു CPM വേണ്ടി കോൺഗ്രസിനെ പ്രതിയാക്കുകയായിരുന്നു എന്നുള്ള രീതിയിലേക്കുള്ള ഒരു ചർച്ചയിലേക്ക് അത് പോയി. എന്താണ് യാഥാർത്ഥ്യം? അത് അങ്ങനെ ആക്കിയത് മാധ്യമങ്ങളാണ്, അല്ലാതെ വേറെ ആരില്ല. ഇപ്പോഴും ഇവിടെയുള്ള ഇപ്പോൾ അറിയാല്ലേ, കൂണ് പോലെയാണ് മാധ്യമങ്ങൾ ഉണ്ട്. കുടിഞ്ഞ വ്യവസായം എല്ലാവരും ഇപ്പം കച്ചവടം ഈ മാധ്യമമാണ്. ഇപ്പോൾ ഓൺലൈൻ ചാനലുകളുണ്ട്, പിന്നെ എന്താ അതായത് പ്രമുഖ ദൃശ്യ മാധ്യമങ്ങളും രംഗത്തുണ്ട്. പക്ഷെ അതിൽ AK ആക്രമണം നടന്ന് ഏതാണ്ട് സത്യം പറഞ്ഞാൽ 10-12 മണി ഞാൻ നല്ല ഉറക്കമായിരുന്നു. ഉറക്കുന്ന സമയത്ത് രാത്രി ഒരുപാട് കോൾ വന്ന് മൊബൈൽ സൈലൻറ്റ്, ഞാൻ മൊബൈൽ എടുക്കുന്ന സൈലൻ്റ് ആക്കണം. പക്ഷേ അന്ന് മൊബൈൽ സൈലൻ്റ് അനിലാണ് എന്നെ വിളിച്ചത്. എൻ്റെ വൈഫ് അനിലാണ് വിളിച്ചുകൊണ്ടിരുന്നത്. ഇങ്ങനെ ഒരുപാട് കോൾ വന്നുകൊണ്ടിരിക്കുന്നത്, എന്താ എടുക്കുക. അപ്പോൾ ബിനീഷ് അടക്കം AK ഒരുപാട് കോൾ വന്നിരിക്കുന്നു. അപ്പോൾ ഞാൻ പെട്ടെന്ന് ബിനീഷിൻ്റെ കോൾ ഞാൻ പെട്ടെന്ന് തിരിച്ചു. അപ്പോൾ AK ഇങ്ങനെ ഒരു പടക്കറി നടന്നിട്ടുണ്ട്, നീ ഇത് അറിഞ്ഞില്ല? ഞാൻ ഇല്ല, ഉറങ്ങിപ്പോയി, പെട്ടെന്ന് അന്വേഷിക്കാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ അവിടെ നിന്ന് ഇറങ്ങി. അപ്പോൾ അടുത്ത AK കോളിലേക്ക് നമ്മളെ AK ഡ്രൈവർ രതീഷിൻ്റെ കോൾ, അവനെ വിളിച്ചു. അപ്പോഴത്തേക്ക് ചേട്ടാ പെട്ടെന്ന് പ്രശ്നമുണ്ട്, ഇതെല്ലാം എത്തിക്കഴിഞ്ഞു. ഞാൻ അവിടെ നിന്ന് ഇറങ്ങി എൻ്റെ സ്കൂട്ടർ സർവീസിന് എടുത്ത് കൊടുത്തിരിക്കുകയാണ്. ഞാൻ ഇറങ്ങി ഓടിയാണ്, അടുത്താണ് വീടിൻ്റെ അടുത്ത് ജനറേഷൻ ഓടി പോകുമ്പോഴാണ് നമ്മൾ ന്യൂസ് 18 അരുൺ റിപ്പോർട്ടർ അതിൽ ബൈക്കിൽ വരെയാണ് നമ്മൾ സെൻറ്റ് ജോസ് സ്കൂളിൽ. അപ്പോൾ അരുൺ തന്നെ AK പോവാണ്. ഞാൻ പിന്നെ നീ കയറി, ഞാൻ ആക്കാൻ കയറുന്നു. ഞാൻ അവൻ്റെ ബൈക്ക് കയറാൻ അവിടെ ആയിരുന്നു. അപ്പോൾ ഈ പോലീസ് ഉദ്യോഗസ്ഥരെല്ലാം വന്നു. അവിടെ വന്നു ജയരാജുണ്ട്, റഹീമുണ്ട്, പാർട്ടി നേതാക്കന്മാരെല്ലാം എത്തി, ശ്രീമി ടീച്ചറുണ്ട്, എല്ലാം ഉണ്ട്. നമ്മളിങ്ങനെ അവിടെ 4 ദിവസം കഴിഞ്ഞു. 2 ദിവസം കഴിഞ്ഞ് ഇതിലെ പ്രതികൾ ആരെന്നുള്ള ഇതിൽ നമ്മളൊരു അന്വേഷണമല്ലോ. പാർട്ടിയിൽ നമ്മളൊരു അന്വേഷണം നടത്തിയപ്പോൾ ഇത് പാർട്ടിയുടെ ഇൻ്റലിജൻസ് നമ്മൾ സിറ്റിക്കകത്തുകാരും നമുക്ക് അറിയണമല്ലോ. അങ്ങനെ സീക്രട്ടേ കയറി അങ്ങനെ ഉറുമ്പരിച്ചിട്ട് പോയാൽ അതങ്ങനെ നമ്മൾ സ്വാഭാവികമായിട്ട് നമ്മൾ എന്നെ സംബന്ധിച്ചുള്ള കമ്മ്യൂണിസ്റ്റ് സംബന്ധിച്ചുള്ള ഒരു എന്താണ് ശ്രീകോവിലാണ് AK. അപ്പോൾ അവിടെ വന്ന് ഇങ്ങനെ ഒരു പടക്കറി അത്ര അമ്പേറുള്ള ആരാണെന്നുള്ളൊരു അന്വേഷണം നമ്മൾ വന്നു. അപ്പോൾ 2 ദിവസം കഴിഞ്ഞപ്പോൾ നേരെ തിരിഞ്ഞ് മറുനാടൻ മലയാളി ആദ്യം അടിച്ച് ബിനു IP ആണ് ഇതിൻ്റെ പിന്നിൽ. ഇതിനകത്ത് ചില CPM വാർത്തകൾ മറയ്ക്കാൻ വേണ്ടി ചില നേതാക്കന്മാരുടെ അനുവാദത്തോട് ബിനു. അപ്പം ഞാൻ
എനിക്ക് അതിൻ്റെ ആവശ്യമില്ല. ഒരിക്കലും സ്വന്തം വീട്ടിൽ കയറി ആരെങ്കിലും കല്ലെറിയോ? അതെ. അത് ആ കീഴിലുള്ള കോൺഗ്രസിനും അതാണ് ഏറ്റവും കൂടുതൽ BJP കോൺഗ്രസിനാണ് ഏറ്റവും കൂടുതൽ സ്വഭാവമുള്ളത്. പല ഘട്ടങ്ങളും പോലീസ് തെളിയിച്ചിട്ടുള്ളത്. അതായിട്ട് ഇങ്ങനെ മറ്റേ സെൽവരാജിൻ്റെ വിഷയമൊക്കെ തെളിയിച്ചിട്ടുള്ളതാണ്. അതെ അതെ. അപ്പോൾ അത് കഴിഞ്ഞ് മറുനാടിനെ നമ്മൾ മൈൻഡ് ചെയ്യാറില്ല. മറുനാട് ഈ ഓൺ ചെയിൻ ചാനലിൽ അവന് ഇത്തിരി പൈസ കിട്ടാൻ വ്യൂ കിട്ടിയാൽ പൈസ കിട്ടും. അപ്പോൾ CPM ഒരു സാധനം പ്രത്യേകിച്ച് വിനിയോഗിക്കും എന്ന് പറയുമ്പോൾ കുറേ ശത്രുക്കളും എല്ലാ ആളും ശ്രദ്ധിക്കും. കുറേ വ്യൂസ് കിട്ടും, കുറേ പൈസ കിട്ടും. ആ വ്യൂസിൻ്റെ അടുത്ത് മൈൻഡ് ചെയ്യില്ല. പിന്നെ രണ്ട് കഴിഞ്ഞ് കുറേ ജനൻ TV ഇതങ്ങ് ഏറ്റെടുത്ത്. ജനൻ TV ഏറ്റെടുത്ത് അത് കഴിഞ്ഞ് തന്നെ ഏഷ്യാനെറ്റ് ഏറ്റെടുക്കുന്നു. ഏഷ്യാനെറ്റ് എടുത്ത് കഴിഞ്ഞാൽ മനോരമ ഓൺലൈൻ ചാനൽ ഏറ്റെടുക്കുന്നു. അത് കഴിഞ്ഞ് മാതൃക. അപ്പോൾ ഓരോ ദിവസവും ഇത് എന്നിലേക്ക് കൊണ്ടെത്തിക്കാനുള്ള സ്ഥലം. അപ്പം ഞാൻ ആലോചിക്കുകയാണ്, ഇതെന്താ ഇത്രയും വലിയ വാർത്ത, ഇത് എന്നിലേക്ക് സ്വാഭാവികമായിട്ടും മാനസികമായിട്ടൊരു വലിയൊരു സംഘർഷം. ഈ ഒരു വാർത്ത നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ ഓൺലൈനിൽ ഒരു ചാനലിൽ ഒരു വാർത്ത ചെയ്യുന്നു, അടുത്ത ദിവസം ഒരു ചാനൽ വാർത്ത ചെയ്യുന്നു. ഇപ്പം നമ്മൾ ലക്ഷക്കണക്കിന് ആളുകളാണ് കണ്ടുപോണത്. ഇതിൻ്റെ സത്യാവസ്ഥ പിന്നെ വരുമ്പോൾ അത് കാണണമെന്നില്ല. അതെ അതെ. ഒരു ചാനൽ ഒരു വാർത്ത കണ്ടു കഴിഞ്ഞാൽ ആ വാർത്ത വിശ്വസിച്ച് അതിൻ്റെ യാഥാർത്ഥ്യം പിന്നെ വരുമ്പോൾ അടിക്കുമ്പോൾ അത് യഥാർത്ഥത്തിൽ ആ കണ്ട വാർത്ത ഈ സാധാരണ വേറെ ആൾ കണ്ടവരെന്നെ കാണണമെന്നില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത് ഭയങ്കരമായിട്ട് വ്യാപകമായിട്ട് ഞാൻ തന്നെ പ്രതി എന്നുള്ള രീതിയിൽ അങ്ങ് എസ്റ്റാബ്ലിഷ് ചെയ്തു. അപ്പോൾ എനിക്ക് ഞാൻ പോയാലും പടക്കൽ പറയാം, പടക്ക ഉടനെ എനിക്ക് രാത്രി സ്വപ്നത്തിൽ പോയിട്ട് പടക്കലുള്ള ഒരു സംശയമുള്ളാകുന്ന രീതിയിൽ പാർട്ടി സഹകരണയിൽ പോലും ഒരു വലിയ ചർച്ച സംശയത്തിൽ. അന്ന് ഞാൻ മലയാളികൾക്കെതിരെ കേസ് ഫയൽ, മഹാരാഷ്ട്രത്തിന് കേസ് ഫയൽ കൊടുത്തു. കേസ് ഫയൽ അതിൻ്റെ കേസിനകത്ത് ഇത് വളരെ വ്യക്തമായിട്ട് എല്ലാ തെളിവുകളടക്കം കേസ് ഫയൽ ചെയ്തു. പിന്നെ ഇത് പാർട്ടി വളരെ ശക്തമായിട്ട് അന്ന് CPM സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള കോടിയേരി ബാലകൃഷ്ണൻ വളരെ ശക്തമായിട്ട് പ്രസ്താവന ഇറക്കി. CPMൻ്റെ ജില്ലാ സെക്രട്ടറിയും ഇന്നത്തെ സംസ്ഥാന സെക്രട്ടറിയേറ്റ് അംഗമായിട്ടുള്ള ആന ഉർനാപ്പസ്വാമി വളരെ വ്യക്തമായിട്ട് പാർട്ടിക്ക് ഇങ്ങനെ ഇതങ്ങനെ ശരിയല്ല, ബിനു മനഃപൂർവ്വം കൊടുക്കാനുള്ള കരിവാരിത്തേക്കാനുള്ള ശ്രമമാണ്, അത് പാർട്ടി അനുവദിക്കുന്നു ശക്തമായി പറഞ്ഞു. അതിനുശേഷമാണ് അന്വേഷണം ക്രൈം ബ്രാഞ്ചിലേക്ക് വന്നു. ക്രൈം ബ്രാഞ്ചാണ് യഥാർത്ഥ പ്രതികളെ മുഴുവൻ ആളുകളെയും കണ്ടെത്തിയത്. അതിന് ഉറപ്പായിട്ട് നമ്മൾ പാർട്ടി എന്ന് പറഞ്ഞ നമ്മളൊരു സംവിധാനം, പാർട്ടിക്കൊരു സംവിധാനമുണ്ട്. നിങ്ങൾ എന്ത് പറഞ്ഞാലും CPMൻ്റെ സംവിധാനം വേറെ ഒരു പാർട്ടിക്ക് സംവിധാനമുണ്ട്. ആ സംവിധാനം നമ്മളൊരു അന്വേഷണം നടത്തി. അപ്പോൾ സ്വാഭാവികമായിട്ടും എനിക്ക് പോലീസ് അന്വേഷണം പുറത്തു വന്നപ്പോൾ മനസ്സിന് അത് വലിയ സന്തോഷമാണ്. ചെയ്യാത്തൊരു കാര്യത്തിനകത്ത് ഏകദേശം ഒരു 2 മാസം ഈ പ്രതികളെ പിടിക്കുന്നവരെ ഞാൻ തന്നെ പ്രതി എന്നുള്ള രീതിയിൽ കിട്ടിയോ മാധ്യമങ്ങളെല്ലാം കിട്ടിയോ ഒരു കളിയാക്കുന്ന രീതിയിൽ പാർട്ടി ആകെ കിട്ടിയോ അല്ലെങ്കിൽ തന്നെ ബിനു ഐ പിയെ കുറിച്ചല്ലേ ബിനു ഐ പി എന്ന് പറയുമ്പോൾ എല്ലാവർക്കും പേടി സ്വപ്നമാണ് വാസ്തവത്തിൽ. കാരണം മറ്റൊന്നുമല്ല, സംഘടനാ രംഗത്ത് അവകാശ സമര പോരാട്ടങ്ങൾക്ക് വേണ്ടി പോരാടിയ സമര പോരാട്ടങ്ങൾ നിന്നയിക്കുക, അതൊരു ആത്മാർത്ഥത. ശത്രുക്കൾ ഒരുപാട്. ബിനുവിനെ പറ്റി കോടിയേരി ബാലകൃഷ്ണൻ്റെ മകൻ ബിനീഷ് കോടിയേരിയും ബിനുവും തമ്മിലുള്ളൊരു ബന്ധം, ഒരുമിച്ച് പഠിച്ച ബന്ധമാണ്, അസാധ്യമായൊരു ബന്ധമാണ്. എന്നെ കാട്ടി ജൂനിയറാണ് ബിനീഷ് കോടിയേരി, ഒരുപാട് ജൂനിയറാണ്. ഞങ്ങൾ ബിനീഷ് കോടിയേരി സെൻറ് ജോസ് സ്കൂൾ പഠിക്കാൻ വരുമ്പോൾ ഞാൻ കോളേജിലാണ്. ഞാൻ 94 സ്കൂളിൽ ഇവിടെ 94 പ്രീ ഡിഗ്രി ബാച്ചാണ് സംസ് കോളേജാണ്. അന്ന് അറിയാമല്ലോ, 93 സ്കൂളിൽ പഠിക്കുമ്പോഴേ ഞാൻ SF എന്നെ പിൻഡോ സാവാണ് SF രംഗത്ത് കൊണ്ടുപോകും. മെഡിക്കൽ സ്കൂളിൽ പഠിക്കും. പിൻഡോ സാവ് ഇന്നില്ല. അന്ന് ആ മെഡിക്കൽ സമരം പിന്നെ നമ്മളെ വിളനില സമരമൊക്കെ കത്തിയിരിക്കുന്ന സമയമാണ്. രൂക്ഷമായ സമര, പിന്നെ പോളീസ് സമരം, കത്തിക്കണം, ബസ് ടിക്കറ്റ് കൺസെഷൻ, വിദ്യാർത്ഥി കൺസെഷൻ വെട്ടിച്ചുരുക്കേണ്ട വിഷയം, അങ്ങനെ ഒരുപാട് നിരന്തര സമരങ്ങളുടെ മുഖമാണ്. അന്നത്തെ നേതാക്കന്മാരെന്ന് വെച്ചാൽ ഒരു ഭയങ്കര സംഭവമായിരുന്നു കേട്ടോ. ഒരു ആചാരപോകണം നിൽക്കുമ്പോൾ തന്നെ ജോയി എണ്ണ താടിയൊക്കെ വളർത്തി, ജോയി എണ്ണൻ, സുൽസി കുര്യൻ, VS മാത്യു, നഹാസണ്ണൻ, ബിജു ജയ് മാത്യു, ജിങ്ക, ആ ഒരു കാണുമ്പോൾ തന്നെ ഒരു തലയെടുപ്പോടുകൂടി. സുൽസി കുര്യനൊക്കെ വളഞ്ഞ പോലീസ് അടിക്കാൻ പറ്റില്ല, അത്ര സൈസാണ് പോലീസ് അടി, എത്രയുമായി പേടിയാണ് പോലീസ് അടിക്കാൻ. ഇന്നൊക്കെ അല്ലേ കോലം കത്തിക്കണം, ചുമ്മാ കത്തിക്കണം. അന്ന് കോലം കത്തിക്കാൻ പറ്റില്ല. ഒരു കോലം കർണാടകയിൽ ഒരു കോലം കത്തിക്കണമെങ്കിൽ നമ്മൾ 5 കോലങ്ങൾ ഉണ്ടാകും ഒരു കോലം കത്തിക്കാൻ. കാരണം കോലം കത്തിക്കാൻ പാടില്ല. നമ്മൾ കോലം ഒളിച്ച് 4 സൈഡിൽ നിന്നാണ് ചുമലെടുത്ത് സെക്രട്ടറിൻ്റെ ഒരു കോലം ഫ്രണ്ടിൽ വരും, ബാക്കിയുള്ള കോലം നമ്മൾ ഒളിച്ച് സെക്രട്ടറിൻ്റെ സൈഡിൽ കൂടെയും ഒക്കെ കോലം കത്തിച്ച് അതിൻ്റെ അവസാനം ഒരു കോലം നമ്മൾ കത്തിച്ചിരിക്കുകയാണ്. മനസ്സിലായി? അല്ല ഇപ്പോഴേ കോലം വെച്ചു. കരിങ്കുടിയാണ് ഇപ്പോൾ. പണ്ട് കരിങ്കുടി ഇപ്പോൾ ആർക്കും കത്തി, പണ്ട് കോലം കത്തിക്കാൻ പറ്റില്ല. കരിങ്കുടി കാണിക്കാൻ മൃഗീയമായ മർദ്ദനമാണ്. പിടിച്ച് മർദ്ദനം മാത്രമല്ല ജയിലിലാണ്. അപ്പം അങ്ങനെ ഒരുപാട് സഹന സമരങ്ങളിലൂടെ നമ്മൾ ആ പോരാട്ട കാലഘട്ടമാണ്. ഭയങ്കര ഒരു ഐക്യമുള്ള കാലഘട്ടം, ത്രില്ലിംഗ് ഭയങ്കര ആവേശകരമായൊരു. എന്നുവെച്ചാൽ അന്നൊക്കെ നമുക്ക് ആഹാരം കഴിക്കാതെയാണ് ഈ ഒന്ന് നമുക്ക് വീട്ടിൽ പോകാൻ പറ്റില്ല. വീട്ടിൽ പോയി ഒന്നേ പോലീസ് പോകുക, അല്ലെങ്കിൽ ഗുണ്ടകൾ ആക്രമിക്കും. കാരണം ഇവിടെ സിറ്റിയിലുള്ള
അന്നത്തെ നിങ്ങൾ ആ കാലഘട്ടത്തിൽ ഗുണ്ടാ സംഘങ്ങളുടെ എതിർത്ത് പോലീസ് മൊത്തം അവർക്ക് സപ്പോർട്ടാണ്. കോൺഗ്രസ് ഗുണ്ടയുടെ ഷാജിയും അവരൊക്കെ എല്ലാ സംഘങ്ങളും പേര് ഇപ്പോൾ ആരും പറയില്ല. അപ്പോൾ പേരുണ്ടല്ലോ എല്ലാ ഗുണ്ടാ സംഘങ്ങളും അന്ന് കോൺഗ്രസിൻ്റെ അറിയപ്പെടുന്ന MLA ഹോസ്റ്റലിലായിരുന്നു അവരെ പ്രധാന താവളം. വെച്ചാൽ ഗുണ്ടാ സംഘം വെച്ചാൽ നിങ്ങൾ മനസ്സിൽ കോളേജ് പഠിക്കുന്ന അങ്ങനെയൊന്നുമല്ല, ഇവർ പിടിച്ചു കയറി മോഷണം കൂലിക്കടിക്കാൻ പോവുക അങ്ങനെയുള്ള സംഘങ്ങൾ അത് മൊത്തം അന്ന് കോൺഗ്രസ് കയ്യിലാണ്. ഇവരെല്ലാം ഉപയോഗിക്കുന്നത് SFI അടിച്ചമർത്താൻ വേണ്ടി. ക്യാമ്പസ് മൊത്തം എല്ലാം SFIയുടെ കയ്യിലുള്ളതാണ്. അങ്ങനെയാണ് ആ കാലത്ത് എനിക്ക് ഓർമ്മ. യൂണിവേഴ്സിറ്റി അങ്ങനെ സ്കൂളിൽ പഠിക്കുന്ന സമയത്താണ് ഹരിയണ്ണന് വിൽക്കാൻ പോകണം. ഒരു പ്രകടനം പോകുന്നു, ഹരിയണ്ണൻ അവിടെ നോക്കിക്കൊണ്ടിരിക്കുന്നു. അവർ നേരെ വന്നു ആക്രമിക്കുന്നു. ആ കുത്തുകൊള്ളുമ്പോൾ ഹരിയണ്ണൻ അറിയില്ല കുത്തു കിട്ടുന്നത്. തിരിച്ച് ആ സമയത്ത് 2-3 SFIക്കാർ ആ സമയത്തുള്ളൂ. ആ പ്രകടനം മൊത്തം അടിച്ചു ഓടിച്ചു കോൺഗ്രസ്സുകാർ. അപ്പോൾ യൂണിവേഴ്സിറ്റിയുടെ മുന്നിലൂടെ കടന്നു പോകുന്ന ഏകദേശം 500ഓളം പേരുള്ള കോൺഗ്രസിൻ്റെ പ്രകടനം കടന്നു വരുന്നു. ഇവർ നോക്കിക്കൊണ്ടിരിക്കുന്നു. 3 പേര് നോക്കിക്കൊണ്ടിരിക്കുന്നു. ഇവരെ അടിക്കുന്നു. ഹരിയണ്ണന് കുത്തു. പക്ഷെ കുത്തുകിട്ടപ്പോൾ ഹരിയണ്ണൻ അറിയുന്നില്ല. പക്ഷേ ഇവർ 3 പേര് നിന്ന് അവർ നേരിട്ടു. പിന്നീടാണ് അതിന് കുത്തുകിട്ടുന്നത്. അന്ന് പിറ്റേന്ന് ഭയങ്കര സമരമൊക്കെയാണ്. വലിയൊരു കമ്മീഷൻ ഓഫീസ് മാർച്ച് ആടി. ശരത്ചന്ദ്രപ്രസാദിൻ്റെ ഓഫീസ് ശരത്ചന്ദ്രപ്രസാദ് അന്ന് MLA ശരത്ചന്ദ്രപ്രസാദായിരുന്നു. അന്ന് ഇതിനെല്ലാം നേരത്തെ കൊടുക്കുന്നു എന്നുള്ള വലിയൊരു സംഭവമാണ്. MLA ഹോസ്റ്റലിൽ നമ്മൾ കാണുന്ന കുത്തിപ്പരികയിൽ അത് നമ്മുടെ സമയത്ത് എന്നെ കുത്തുന്ന സമയത്താണ് വാച്ചാൻ പറഞ്ഞത്. യൂണിവേഴ്സിറ്റി കോളേജിനകത്തിട്ട് എന്നെ യൂണിവേഴ്സിറ്റി കോളേജ് ഇല്ലായിരുന്നു. 25ാം രജത ജൂബിലി SFIയുടെ 25ാം രജത ജൂബിലി ആഘോഷം നടക്കുന്ന സമയത്താണ് എന്നെ യൂണിവേഴ്സിറ്റി കോളേജിനകത്ത് കുത്തുന്നത്. വെളിയിൽ നിന്നുള്ള ഈ ഗുണ്ടാ സംഘങ്ങൾ എന്നെ അന്ന് യൂണിവേഴ്സിറ്റി കോളേജിൻ്റെ 4 സൈഡിലും ഗേറ്റുണ്ട്. ഇപ്പോഴെൻ്റെ 2 സൈഡിലുള്ളൂ. അന്ന് ബാക്കിൽ നിന്നും ഫ്രണ്ടിൽ നിന്നും കവർ ചെയ്താണ് നമ്മൾ എന്നെ അതിനകത്ത് കുത്തുന്നത്. അന്ന് കൗൺസിലർ എന്ന നിലയിൽ ബിനു നടത്തിയ പ്രവർത്തനങ്ങൾ ഒന്ന് ചുരുക്കി പറയാമോ? ഒരുപാട് കാര്യങ്ങൾ. 5 വർഷം എന്തായാലും ഞാനത് റഷീദ് സാബാണ് ഈ പാളയം ഏരിയ കമ്മിറ്റി സെക്രട്ടറി ആയിരുന്നു. അന്ന് ഏരിയ കമ്മിറ്റി മെമ്പറാണ് ഞാൻ. അപ്പോൾ ഈ സ്ഥാനാർത്ഥി നിർണയ സമയത്ത് ഈ സമരമുകളിൽ ഒരുപാട് മിക്ക കേസുകളിലും ഒരു പ്രകടനം നടത്തിയാൽ ഞാനില്ലെങ്കിൽ പോലും പോലീസ് IP ബിനു, മീന ഭവൻ, ജനറൽ ഹോസ്പിറ്റൽ എടുത്തിരുന്നു. ഉറപ്പാണ്. ഞാൻ ഇല്ലെങ്കിൽ ആ അഡ്രസ്സ് കാണാപ്പെടണം. അപ്പോൾ എല്ലാത്തിലും പ്രതിയാക്കലാണ് പരിപാടി. അപ്പോൾ ഈ സ്ഥാനാർത്ഥി ഇതിനകത്ത് റഷീദ് സാബ് സ്ഥാനാർത്ഥി തീരുമാനം വിജയകുമാർ സാബ് എല്ലാവരും ഉണ്ടായിരുന്നു. കുന്നൂഴി വാർഡ് ഇങ്ങനെ 2-3 പേര് വന്നു. അതിൽ ബിനു IP ഞാൻ എനിക്കൊരു ബന്ധമില്ല, എനിക്കില്ല, ഒരു ബന്ധമില്ല, ഞാൻ എനിക്കില്ല. അപ്പോൾ റഷീദ് സാബാണ് വളരെ സ്ട്രോങ്ങായിട്ട് നിന്നെ നിൽക്കണം, മത്സരിക്കണം. ഞാൻ അവിടെ നിന്ന് പറയും തോറ്റു പോകും. ഞാൻ മത്സരത്തിന് നിൽക്കാൻ താല്പര്യം, ഞാൻ പാർട്ടിയിൽ നിൽക്കാൻ താല്പര്യം, എനിക്ക് മത്സരം നിൽക്കുന്ന താല്പര്യമില്ലെന്ന് പറഞ്ഞു. പക്ഷേ തീരുമാനമാണെന്ന് പറഞ്ഞു. ജയംബാസു ഉണ്ടായിരുന്നു. ജയംബാസുവിനകത്ത് തീരുമാനിച്ചപ്പോൾ തീരുമാനം നിന്നു. ജയിക്കും എന്നുള്ള കോൺഗ്രസിൻ്റെ വോട്ടായിരുന്നു. ജയിച്ചു. 132 വോട്ടിന് ജയിച്ചു. അന്ന് അവിടെ ജനങ്ങൾക്കൊരു വാക്ക് കൊടുത്തിരുന്നു. ജനങ്ങൾക്കൊപ്പം ജനങ്ങൾ ഒരുവിനായി കൂടെ കാണും. പക്ഷേ ആ വാക്ക് 5 വർഷം എനിക്കവിടെ പാലിക്കാൻ സാധിച്ചു. ഏത് നിമിഷം ഏത് പാതിരാത്രിയും എന്താവശ്യത്തിന് വിളിച്ചാൽ കൂടെ ഉണ്ടായിരുന്നു. അതിൽ ജനപ്രതിനിധി ആയാൽ പിന്നെ രാഷ്ട്രീയം നോക്കാൻ പാടില്ല. ആളുകളുടെ സഹായം ചോദിച്ചാൽ ഇപ്പോൾ ആശുപത്രി കേസിനകത്ത് എൻ്റെ ഒരു ഇതാണ്. ആശുപത്രി ഇപ്പോൾ ജനറൽ ഹോസ്പിറ്റലിനകത്ത് വിഷയം എൻ്റെ വീണ്ടഫിനാണ്. ആശുപത്രിക്കകത്തൊരു ആവശ്യമായി വന്നാൽ അതിനകത്ത് രാഷ്ട്രീയം നോക്കില്ല. അവൻ്റെ ജീവൻ രക്ഷപ്പെടുത്തുക എന്നുള്ളതാണ്. ആ സമയത്ത് നമ്മൾ രാഷ്ട്രീയം നോക്കാൻ പാടില്ല. നമ്മൾ സഹായിക്കുക എന്നുള്ളതാണ് ഞാൻ ഉൾക്കൊണ്ടുവന്ന തന്നെ. അപ്പോൾ അതിനെ കുന്നൂഴി വാളിനകത്തും ഒരുപാട് കാര്യങ്ങൾ എണ്ണി പറയാൻ ഇഷ്ടം പോലെ കാര്യങ്ങളുണ്ടായിരുന്നു. വെച്ചാൽ ഓരോ ദിവസം കുന്നൂഴി വാർഡിനെ കുന്നൂഴി വാർഡെന്ന് വെച്ചാൽ അന്ന് അറിയപ്പെടുന്നത് ബാട്ടങ്ങിൽ മാത്രമല്ല കോളനി പ്രദേശം. കുന്നൂഴി വാർഡെന്ന് വെച്ചാൽ ഈ ഗുണ്ടാ സംഘങ്ങളുടെ ഒരു പ്രധാന കേന്ദ്രം. ഗുണ്ടുകാട് ബാട്ടങ്ങി പ്രദേശം ആരും വരില്ല, കുന്നൂഴിൽ ആട്ട പിടിച്ച് വരില്ല. സിറ്റിയിലെ പ്രധാന അറിയാമല്ലോ, ഞാൻ നേരത്തെ പറഞ്ഞ ഇപ്പോൾ കോളനി നഗരമാണ്, പണ്ട് കോളനി. അപ്പോൾ എല്ലാ സംഘങ്ങളും ഇവരെ ഒന്ന് താഴ്ത്തപ്പെടുന്ന അവസരം. അപ്പോൾ ഈ കുന്നൂഴി എങ്ങനെ ഉയർത്തി ഓരോ ദിവസവും ഈ കുന്നൂഴി വാർഡെന്നുള്ള പേര് മുകളിലേക്ക് കൊണ്ടുവരാന്നുള്ള ഒരു ലക്ഷ്യം എനിക്കുണ്ടായിരുന്നു. ജയിച്ചു, ഭയങ്കരമായിട്ട് ജയിച്ചു. വെച്ചാൽ ഇന്ത്യ തലത്തിൽ ഓൾ ഇന്ത്യ തലത്തിൽ ഈ സാധനം ശ്രദ്ധിക്കപ്പെടുന്നത്. കുടുംബശ്രീ ട്രാൻസ്ജെൻഡേഴ്സിന് വേണ്ടി കുടുംബശ്രീ ആദ്യമായി ഇന്ത്യയിൽ യൂണിറ്റ് ഉണ്ടാകുന്നത് കുന്നൂഴിയിലാണ്. അപ്പോൾ അത് നല്ല വിജയം കണ്ടത്. അവർക്ക് വേണ്ടിയുള്ള ആനുകൂല്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി കഴിഞ്ഞു. നമ്മൾ 3 യൂണിറ്റ് അന്ന് ട്രാൻസ്ജെൻഡേഴ്സ്. ഇത് ഒക്കെ പറയുമ്പോഴും കുന്നുകുടി വാർഡിലെ ഗുണ്ടുകാട് സാബുവും IP-യും തമ്മിലുള്ളൊരു ബന്ധം. ഗുണ്ടുകാട് സാബു ഞാനായിട്ട് രൂക്ഷമായ പ്രശ്നമായിരുന്നു. ഞാൻ പറയട്ടെ, സാബു ആദ്യം വല്ല അന്നത്തെ കാലഘട്ടത്തിൽ കൊണ്ട് സാബു അതാണ് ഞാൻ ചോദിച്ചത്. നിങ്ങളെ ആക്രമിക്കാൻ വരെ അയാൾ തീരുമാനിച്ചു. അങ്ങോട്ട് ആ ഇതുണ്ടായിരുന്നു. പക്ഷേ അതിൽ പിന്നെ അവർ മാറ്റം മനസ്സിലാക്കി അവിടുത്തെ ജനങ്ങളുടെ വിഷയങ്ങളും ഒക്കെ മനസ്സിലാക്കി ജനങ്ങൾ ആക്രമിക്കാൻ അയാൾ ശ്രമിച്ചായിരുന്നു. പിന്നെ നിരന്തരം ആക്രമണം ഗുണ്ടാ സമരമൊന്നുമല്ല, പല സമയത്ത് പല ഭാഗത്തുനിന്ന് സമരം മുകളിൽ ഞാൻ പറ്റില്ല. പല ഭാഗത്തും സെക്രട്ടേറിയറ്റിനകത്ത് നമുക്കൊന്നും വാഹനമൊന്നുമില്ല, സ്കൂട്ടറൊന്നുമില്ല, നടന്നു പോകണം. ബസ് ഓട്ടോറിക്ഷ എന്നുള്ള സാധനം
പല സമയത്തും നമ്മളെ ടൈം നോക്കി നമുക്ക് ആക്രമിക്കാം, നമ്മൾ കോളേജ് ടൈം ആക്രമിക്കാം. അത്ര വൈരാഗ്യമായിരുന്നു സാബുവിന്. സാബുവിനല്ല, പൊതുവേ സാബുവിൻ്റെ അവരുടെ ടീമുമായിട്ട് കോൺഗ്രസ്, പൊതുവെ കോൺഗ്രസിനായിട്ടുള്ള സാബുവിന് ടീമല്ല. പിന്നെ സാബുവിനെ നിങ്ങൾ തിരിച്ചു കൊണ്ടുവരികയാണ് സി പി എമ്മിലേക്ക് തിരിച്ചു വന്നു. പാർട്ടി മെമ്പറാണ്, എല്ലാ രംഗവുമായി. ഇപ്പോൾ സ്വാഭാവികമായിട്ട് സാബു യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചത്. അതെ, ഒരു എന്താണ്, ഒരു എല്ലാവരും ജനിച്ചു കൊണ്ടുവന്ന ഗുണ്ടായിട്ടല്ല പറഞ്ഞത്. പ്രത്യേക സാഹചര്യവും സന്ദർഭവും ഒക്കെ ആയിട്ട് ഷാബുവിൻ്റെ ചേട്ടനെ കൊല്ലപ്പെടുന്നു, അതിൻ്റെ ഭാഗമായിട്ടുള്ള തിരിച്ചറിവുണ്ടായിട്ട്. പക്ഷെ ബിനുവിന് പുള്ളിക്ക് ഒരു കാലത്ത് ബിനു ഹിറ്റ് ലിസ്റ്റിലായിരുന്നു, ഉറപ്പാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നമായിരുന്നു. അന്ന് സാബു സിറ്റിക്കകത്ത് കിട്ടിയിട്ട് വാഴുന്ന സമയം നമ്മൾ രംഗത്ത് സജീവമായി എതിർത്തതിന് അടിയെങ്കിൽ അടിയെന്നുള്ള സ്റ്റൈൽ നമ്മളെല്ലാം ഇടുന്നത് വെച്ചാൽ നമ്മൾ യൂണിവേഴ്സിറ്റി കോളേജ്, സംസ്കൃത കോളേജ്, അങ്ങനെ നമ്മളങ്ങനെ മൈൻഡ് ചെയ്യാറില്ല. സിറ്റി ഇപ്പോൾ അയാളെ പാർട്ടിയിലേക്ക് കൊണ്ടുവന്നതും ബിനു തന്നെയാണ്. അല്ലല്ല, അയാൾ താനേ തിരുത്തി അവിടെയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി. സ്വാഭാവികമായിട്ടും എത്രയോ ആളുകൾ, അങ്ങനെ നടന്ന ആളുകൾ എത്രയോ ആളുകൾ സി പി എമ്മിലേക്ക് തിരികെ അല്ല, അത് നന്നായി സി പി എം കുടുംബം നന്നായി പോയിട്ട് പോകുന്ന എത്ര ആളുകളുണ്ട്. ഞാൻ എണ്ണി പറയും. തിരുവനന്തപുരത്ത് അറിയപ്പെടുന്ന കിടിലം കൊള്ളിച്ച എന്താണ് ഇങ്ങനെ ഗുണ്ടാ പ്രവർത്തനം നടത്തിയ ആളുകൾ ഒരു കുടുംബമൊക്കെ ആയി മര്യാദയ്ക്ക് ഇപ്പം സി പി എമ്മിൻ്റെ പഠനത്തിൽ പങ്കെടുക്കുക, മര്യാദ പരിപാടി പങ്കെടുക്കുക, കുടുംബം കഴിഞ്ഞ് പോവുക, ജോലിയൊക്കെ പോകുന്ന അവസ്ഥയിൽ വന്നിട്ട്. സാബുവിൻ്റെ എത്ര പ്രാവശ്യം വധഭീഷണി നേരിടേണ്ടി വന്നിട്ട്? ഒരുപാട് പ്രാവശ്യം എന്നാണ് എൻ്റെ. സാബുവിൻ്റെ ഉണ്ടായിട്ടില്ല. സാബു ഒരിക്കൽ ഉണ്ടെങ്കിൽ നമ്മളേക്കരെ ഉണ്ടായിട്ടുണ്ട്. തിരിച്ചങ്ങോട്ട് ആക്കണം ഉണ്ടായിട്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും അടിച്ച് തന്നെയാണ് നിന്നത്. ബിനു ടീച്ചാൽ അടിച്ചിരിക്കാം. അല്ല നമ്മൾ ഒരു കാരണം ചോദിക്കാൻ മറു കാരണം കാണിച്ചു കൊടുക്കാൻ ഞാൻ എന്തായാലും എൻ്റെ പറഞ്ഞു എന്തായാലും എന്നാൽ കഴിയുന്ന പ്രതികരണം ഞാൻ ചെയ്യും. അതങ്ങനെ ആയിപ്പോയി. ഇനിയിപ്പോൾ അങ്ങനെ ആണല്ലോ. പിന്നെ അങ്ങനെ ഇതല്ല. സാബുക്ക് തിരിച്ചു വന്നൊരു വലിയ ബിനു തന്നെയാണ് കൊണ്ടുവന്നതാണ് ഞാൻ അറിഞ്ഞത്. ഞാനല്ല. അതിന് മുമ്പേ ഇതിനകത്ത് അന്ന് നിന്ന് എല്ലാവരും പാർട്ടിയിലേക്ക് വന്നു. എന്നിട്ട് വെച്ചാൽ പാർട്ടി എല്ലാ സംഘങ്ങളും നിർത്തി പോലീസ് സ്റ്റേഷനിലേക്ക് ഹാജരാവാൻ എല്ലാവരും തയ്യാറായി. എല്ലാവരെയും അങ്ങനെയാണെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ ഹാജരായി കേസെല്ലാം തീർത്ത് നല്ല നടപ്പാണെങ്കിൽ മാത്രമേ, അല്ല ചുമ്മാ ഇതിനകത്ത് കയറിയിട്ട് ഇതിനകത്ത് വീണ്ടും പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ സമാധാനം പാർട്ടി പറയണ്ടേ. അപ്പോൾ ഈ സാബു എന്ന് പറയുന്ന ഒരു വലിയ ഒരു ഗുണ്ടയുമായി ഏറ്റുമുട്ടുമ്പോൾ ബിനുവിന് ഭയമൊന്നും ഉണ്ടായിരുന്നില്ല. വലിയ ഗുണ്ട ഇവിടെ ആരാണ് ഗുണ്ട? നിങ്ങളിങ്ങനെ ഉണ്ടാവും, എല്ലാവരും മനുഷ്യരല്ലേ. അല്ല, ബിനുവിന് ഭയമില്ല. ഭയപ്പെടുന്നതിനാണ് ജനിച്ചു കഴിക്കാൻ മരിക്കണം, അത്രേ ഉള്ളൂ. അടിച്ചത് തിരിച്ചടിച്ചു മനക്കെട്ടി വേണം അതിന്. അടികൂടാൻ അടിച്ചാൽ തിരിച്ചടിക്കാൻ മനക്കെട്ടി. അല്ല, പേടിച്ചതെന്ന് കഴിഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കി നമ്മൾ എപ്പോഴത്തോളം ഭയപ്പെടുവോ അത്രത്തോളം ശത്രുക്കൾ കൂടുതൽ നമ്മളെ കയറിമേയും. നമ്മളെ ഫ്രണ്ടിൽ ഇപ്പോൾ ഒരു കടുവ വരികയാണ്. ആ കടുവ ആദ്യം ആരാക്രമണം, നമ്മളിപ്പോൾ 5 പേരുണ്ട്, അതിൽ ആരാക്രമിക്കുന്നത്, അതിൽ ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്നവനെ കടുവ ആക്രമിക്കും. ആ ശാസ്ത്രം അറിയാമോ? അതുകൊണ്ട് ഓടാതെ നിൽക്കുന്നവനെ ആക്രമിക്കില്ല. ചിലപ്പോൾ കിട്ടിയെന്ന് വരും, ചിലപ്പോൾ വീണെന്നിരിക്കും. അപ്പോൾ അതൊക്കെ ഒരു എന്താണ് അല്ലേ, വീഴേണ്ട സമയത്ത് വീഴും, കിട്ടേണ്ട സമയത്ത് കിട്ടും, കൊടുക്കേണ്ട സമയത്ത്. അതെ നിങ്ങൾ പറഞ്ഞു പോയി ഗുണ്ട സൈഡിലേക്ക് എൻ്റെ കൊണ്ടുപോകുന്ന അവസ്ഥയാണ്. ഞാനല്ലേ ഇന്റർവ്യൂ ചെയ്തത്, അപ്പോൾ എനിക്കറിയാമല്ലോ. സാബൊക്കെ നല്ല ഇതായി ഇപ്പോൾ സിനിമാ രംഗത്ത് വന്നു, കുടുംബം കാര്യങ്ങളൊക്കെ നോക്കി. അങ്ങനെ അത് ഓരോരുത്തരുടെ സാഹചര്യം. നിങ്ങൾ അനുഭവിച്ച ഒരു സ്ട്രെസ് പാർട്ടി അറിയണമെന്നുള്ളതാണ്. അല്ല, പാർട്ടികൾ ഒരുപാട് കാര്യങ്ങൾ അന്ന് ഒരുപാട് സാഹകൾ ഇതുണ്ട്. റെജി എൻ്റെ കൂടെ നിന്ന് റെജി എന്നെയാണ് ഇപ്പോൾ സ്റ്റുഡൻസ് സെൻ്ററിനകത്ത് നമ്മളിരിക്കുക. നമ്മൾ ആ കാലഘട്ടത്തിൽ ഞാൻ 94-95 കാലഘട്ടത്തിലൊക്കെ ഈ എല്ലാ സംഘങ്ങളും നമ്മൾ പോലീസിനെ പഠിച്ച് നമ്മൾ നടക്കണം. പോലീസ് പിടിച്ച ഇന്നത്തെ കാലത്ത് കൊണ്ട് ജയിലിൽ ചുമ്മാ ഇരുന്ന് എഴുതി ഇപ്പോഴാണെങ്കിൽ പേപ്പർ വർക്ക് നടത്തി കോടതി ഹാജരാക്കി ജയിലിൽ വിടും. അന്നൊക്കെയാണെങ്കിൽ പിടിച്ച ഇടിയാണ്. 2 ദിവസം കഴിഞ്ഞിട്ട് സ്റ്റേഷനിൽ ഇടിയിട്ടുണ്ട് ഇഷ്ടം പോലെ. അന്നുള്ള ഇപ്പം ശ്രീധര സാർ അതൊക്കെ സ്ഥായിയല്ലല്ലോ. ഉദ്യോഗസ്ഥരായിരിക്കുമ്പോൾ സ്വാഭാവികം പോലീസ് ഏത് ഭരണം വരുമ്പോഴും ഉപകരണമാണ് പോലീസ്. അപ്പോൾ സ്വാഭാവികം അന്ന് 94 എന്നെ പിടിച്ചു. ഇന്നത്തെ കാലത്തൊക്കെ എന്ത് സുഖം. അന്നത്തെ ഞാൻ എന്നെ കിട്ടാത്തതുകൊണ്ട് വീട്ടിൽ വന്ന് അച്ഛനെ പിടിച്ചുകൊണ്ട് പോകാറുണ്ട്. എൻ്റെ മോൻ വന്നിട്ട് വിടുള്ളൂ എന്നുള്ള കാര്യത്തിൽ എസ്എഫ് നേതാക്കന്മാരെ വീട്ടിൽ കയറി അച്ഛനെ പിടിച്ചുകൊണ്ട് പോകും, അല്ലെങ്കിൽ സഹോദരനെ പിടിച്ചുകൊണ്ട് പോകും. അച്ഛൻ അല്ലെങ്കിൽ സഹോദരനെ പിടിച്ചുകൊണ്ട് ഇതിൽ എസ്എഫ് നേതാവിനെ കിട്ടാൻ വേണ്ടി പിടിച്ചുകൊണ്ട് അന്നത്തെ സമരം പോലീസിൻ്റെ മാറാനാണ്. ഇപ്പോഴെല്ലാം അങ്ങനെയൊന്നുമില്ലല്ലോ. ഇപ്പം പിടിച്ചാൽ എഴുതുക, അങ്ങ് കോടതി വിടുക, റിമാൻഡാണ്. അന്നാണ് അത് 2 ദിവസം കഴിഞ്ഞിട്ട് അടിയും കൊടുത്തിട്ട് പുറത്തെല്ലാം കോടതി. അച്ഛനെ തല്ലിയിട്ടുണ്ടോ പോലീസ്? അച്ഛനെ തല്ലിയിട്ടില്ല, പിടിച്ചുകൊണ്ട് വരുന്നുണ്ട്. അന്ന് പ്രതീക്ഷ VS അച്യുതനാണ് സ്റ്റേഷനിൽ ഇടപെട്ടത്. ഇടപെട്ട് ഭയങ്കര വിഷയമാക്കി ഇറക്കി വിട്ട് അവനെ പിടിക്കണം എല്ലാ സമരത്തിന്റെ ഭാഗമാണ്. മറ്റൊരു സുഹൃത്താണ് ഓംപ്രകാശ്. അല്ലല്ല, നിങ്ങൾ എല്ലാ സിറ്റി ഓംപ്രകാശിനെ അറിഞ്ഞൂടെ? ഞാൻ കള്ളം. ഓംപ്രകാശിനെയൊക്കെ അറിയാം. ഓംപ്രകാശ് എൻ്റെ ജൂനിയറാണ്.
ഓംപ്രകാശിന്റെ ജൂനിയർ അല്ല ബിനുവായിട്ടൊരു ബന്ധമില്ല. അങ്ങനെ ഒരു സൗകര്യം കണ്ടറിയായി എന്നുള്ള അങ്ങനെ വലിയ ഓംപ്രകാശ് പഴയ പണ്ട് പാർട്ടിയാണ് DYFI പാർട്ടിക്കാരനായിരുന്നു. പാർട്ടിക്കാരനാണ്. സാഹചര്യം കൊണ്ട് ഒരു കൊലക്കേസ് ചെന്നപ്പെട്ടു, കൊലക്കേസ് ചെന്നപ്പെട്ടു. പിന്നെ അജി മലയം കീഴ് അജിയൊക്കെ പാർട്ടിയാണ്. പിന്നെ അജി കോൺഗ്രസ് യൂണിവേഴ്സിറ്റി കോളേജിൽ കൊടി ഉയർത്തി. ഞാൻ പഠിക്കുന്ന സമയത്ത് ഞാൻ യൂണിവേഴ്സിറ്റി അജിയായിട്ട് അടിയാവുന്ന അടിയെ പ്രശ്നമൊക്കെ ഉണ്ടാവും. നിങ്ങൾ ഷോപ്പിംഗ് കോംപ്ലക്സിൽ വെച്ച് അയാളെ ആക്രമിക്കുന്നത് സാബല്യത്തിനകത്ത് നമുക്ക് നമ്മൾ തിരിച്ച് അതേ ആണ് ഇതുണ്ടാവുന്നത്. അങ്ങനെ ആക്റ്റീവ് ആകുമ്പോൾ അത് അങ്ങനെ ഉണ്ടാവും. ഇനിയിപ്പോ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് വരിക, വീണ്ടും അതൊക്കെ പാർട്ടിയാണ്, എല്ലാം പാർട്ടി. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചോളം ആരെന്ത് തീരുമാനം പാർട്ടിയാണ്, അല്ല ഒരു വ്യക്തിയല്ല. എന്ന് വ്യക്തി തീരുമാനിക്കുന്നു അന്ന് ആ വ്യക്തി എന്താണ് ഇല്ലാതാവും. ഞാൻ ചോദിക്കട്ടെ, സത്യസന്ധമായി ബിനുവായി പറയുമ്പോഴാണ് BSന് ബിനുവിന് ഇഷ്ടമാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചോളം എല്ലാ നേതാക്കന്മാരും എനിക്ക് ഇഷ്ടമാണ്. BS ആയാലും ശരി തന്നെയാണ്. അത് നാനാർ സവനെ കണ്ടിട്ടുണ്ട്. എനിക്ക് ഭാഗ്യമുണ്ട്. നാനാർ സവനെ AK സെൻ്ററിക്കുമ്പോൾ എനിക്ക് നാനാർ സവനെ കാറിൽ കൊണ്ടുപോകാൻ SRP സവനെ കൊണ്ടുപോകാൻ പറ്റിയിട്ടുണ്ട്. പിന്നെ BS സവനെ കാറിൽ കൊണ്ടുപോകാൻ പറ്റില്ല, പക്ഷേ കൂടെ സംസാരിക്കാറുണ്ട്. പിണറായി സഭയായിട്ട് സംസാരിക്കാനുള്ള എല്ലാ അവസരമുണ്ട്. പക്ഷേ 1.5 വർഷക്കാലം ഞാൻ ബിനുവൊക്കെ പിണറായിയുടെ ഒരു ജൈത്രയാത്രയിലെ ഭാഗമായിരുന്നു ബിനു അല്ലേ? അങ്ങനെ നമുക്ക് എനിക്ക് ഏറ്റവും ഭയങ്കര ബഹുമാനം നാനാർ സവനെ ഇരട്ടപ്പേരിട്ട് വിളിക്കുമായിരുന്നു, കാക്കുടുക്കായിരുന്നു. ഞാൻ 10 മണി വരെ കിടന്നു ഏക്കത്. ഞാൻ 1.5 വർഷം AK സെൻ്ററിൽ ഉണ്ടായിരുന്നു. അപ്പോൾ രാവിലെ ഒന്ന് അടിയൊന്നും വിളിച്ചോണ്ട് എനിക്കിടാറുണ്ട്. ഈ രാത്രി നമ്മൾക്കുള്ള ഒരു കുഴപ്പമില്ല, 2 മണി വരെയൊക്കെ ഉറക്കമിറങ്ങാതിരിക്കുക, വായന ഒക്കെ. ഇപ്പോഴാണ് ഈ മൊബൈലും ഒക്കെ വേണം. പണ്ടൊക്കെയാണ് എല്ലാം 2 മണി വായനയാണ്, ബുക്കുകൾ ഇങ്ങനെ വായിച്ച് എല്ലാം കഴിഞ്ഞ് എന്നിട്ട് 10 മണി വരെ കിടന്നു. ഈ സോവിയറ്റ് സാഹിത്യം കംപ്ലീറ്റ് വായിക്കും അല്ലേ? അപ്പോൾ സോവിയറ്റ് അന്ന് അങ്ങനെ ഒരു ബന്ധം, പക്ഷേ എല്ലാ നേതാക്കളും അങ്ങനെ ഒരു ബന്ധം സൗഹൃദം ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് എല്ലാ നേതാക്കളും ഇഷ്ടമാണ്. ആരും ഇന്ന എന്നുള്ളതിലില്ല എന്നുള്ളൊരു ഭയങ്കര ഇഷ്ടമുള്ള ഒരു കാര്യമാണ്. പിണറായി സവനെ ഭയങ്കര ഇഷ്ടമാണ്, BSനെ ഇഷ്ടമാണ്. പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ നേതൃത്വം എല്ലാം നമുക്ക് കാരണവരാണ്. നമ്മുടെ നേതൃത്വം എന്ത് പറയുന്നു അത്രേ ഉള്ളൂ. പാർട്ടി പറഞ്ഞ കേൾക്കുക, ആ ഒരു വിശ്വാസമാണ് പാർട്ടി സഹാക്കൾക്ക്. ഇനിയും പാർട്ടിയുടെ പ്രധാന നേതാക്കളിൽ ഒരാളായി ബിനു ഐപ്പിയുടെ വിവാദ ഇൻ്റർവ്യൂ നമ്മളെടുത്തു കഴിഞ്ഞു. ഇനിയും പാർട്ടിയുടെ വിവാദ നേതാക്കളൊന്നും അല്ലാതെ വലിയൊരു നിലയിലേക്ക് പോകാനുള്ള ചങ്കുറപ്പ് ബിനുവിനുണ്ട്. കമ്മ്യൂണിസ്റ്റ് ആശയമാണ് ബിനുവിൻ്റെ ആശയം. ഈ ഒരു ഇൻ്റർവ്യൂ മുമ്പേ ഞങ്ങൾ എടുക്കേണ്ടതായിരുന്നു, പക്ഷെ നമ്മൾ തങ്ങളുള്ള ടൈം വന്നപ്പോൾ സഖാവിൻ്റെ മൊബൈൽ ഓഫായി, അവിടെ വരാൻ പറ്റില്ല. എല്ലാം ബിനു എല്ലാം തുറന്ന് പറഞ്ഞു കഴിഞ്ഞു. ബിനുവിന് നേരിട്ട ആക്രമണങ്ങൾ, ബിനു എന്ന വ്യക്തി അനുഭവിച്ച തേജോവധങ്ങൾ അല്ലേ, മാധ്യമങ്ങളിൽ നേരിട്ട തേജോവധങ്ങൾ, വ്യക്തിഹത്യ, അതെല്ലാം പറഞ്ഞു കഴിഞ്ഞു. ബിനുവിന് ഒരുപാട് അനുഗ്രഹ ആശംസകൾ പൊളിറ്റിക്സ് കേരളം നൽകുന്നു.